ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +2 ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഇഷ്ടികകൾ, കൺമണികൾ, അസ്ഥികൾ, ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഇതിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിമഹത്തായ ഒരു സംസ്കാരം നിലനിന്നിരുന്നു. 1921 ഹാരപ്പൻ സൈറ്റിലാണ് ഈ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത്. സിന്ധു നദീതട സംസ്കാരം, ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. കാരണം ഈ സംസ്കാരത്തിന്റെ പ്രധാന സൈറ്റുകൾ ഭൂരിഭാഗവും തുടക്കത്തിൽ കണ്ടെത്തിയത് സിന്ധുവിന്റെയും അതിന്റെ പോഷക നദികളുടെയും തീരങ്ങളിലായിരുന്നു. എന്നാൽ തുടർന്ന് നടന്ന ഉത്ഖനനത്തിൽ ഈ സംസ്കാരം സിന്ധു നദീതടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്നും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉൾപ്പെടെ വിസ്തൃതമായ പ്രദേശത്ത് വ്യാപിച്ചിരുന്നുവെന്നും തെളിയിച്ചു. അതിനാൽ ആർക്കിയോളജിസ്റ്റ്, പുരാവസ്തു ഗവേഷകർ അതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചു. സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചുള്ള ആദ്യത്തെ ഗവേഷണങ്ങൾ ആരംഭിച്ചത് ഹാരപ്പയിലാണ്. ഈ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പയിലാണ്. അങ്ങനെ ഹാരപ്പ ഈ സംസ്കാരത്തിന്റെ മാതൃകാ സ്ഥാനം, ടൈപ്പ് സൈറ്റായി മാറി. അതുകൊണ്ട് സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ, ജമ്മു, ബലൂചിസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മുദ്രകൾ, കൺമണികൾ, തൂക്കങ്ങൾ, കൽവാളുകൾ, ചുട്ടകട്ടകൾ തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള വസ്തുക്കളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു ശേഖരം, ഒരു നിശ്ചിത കാലയളവിലുള്ള ശേഖരം കണ്ടെത്തി. BCE 2600 1900 മധ്യയുള്ള കാലഘട്ടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂർവ്വ പിൽക്കാല സംസ്കാരം നിലനിന്നിരുന്നു. പൂർവ്വ സംസ്കാരങ്ങളെ ഏർലി ഹാരപ്പൻ പീരീഡ് എന്നും പിൽക്കാല സംസ്കാരങ്ങളെ ലേറ്റ് ഹാരപ്പൻ പീരീഡ് എന്ന് വിളിച്ചു. ഈ സംസ്കാരങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാനായി ഹാരപ്പൻ സംസ്കാരത്തെ വികസിത ഹാരപ്പൻ സംസ്കാരം, ദ മെച്ചർ ഹാരപ്പൻ കൾച്ചർ എന്ന് വിളിക്കപ്പെടുന്നു. ഇതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യകാല ഹാരപ്പൻ സംസ്കാരത്തിന്റെ മുഖമുദ്രകൾ, മുഖ്യമായി ഇതൊരു ഗ്രാമീണ സംസ്കാരമായിരുന്നു. കൃഷിയും കാലുമേക്കലുമായിരുന്നു ജനങ്ങളുടെ പ്രധാന തൊഴിൽ. ചില കൈത്തൊഴിലുകളിലും അവർ ഏർപ്പെട്ടിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു മൺപാത്ര ശൈലി അവർക്കുണ്ടായിരുന്നു. അധിവാസ കേന്ദ്രങ്ങൾ വലുപ്പം കുറഞ്ഞവയായിരുന്നു. വലിയ കെട്ടിടങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ ആയി കൊടുക്കുക. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനിയാണ് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നത്. വൻ നഗരങ്ങളുടെ ആവിർഭാവം, നഗരാസൂത്രണം, ഏകീകൃത രീതിയിലുള്ള ഇഷ്ടികകൾ, അളവ് തൂക്കങ്ങൾ, മുദ്രകൾ, കൺമണികൾ, മൺപാത്രങ്ങൾ, ദീർഘദൂര വ്യാപാരം എന്നിവയായിരുന്നു വികസിത ഹാരപ്പൻ സംസ്കാരത്തിന്റെ മുഖമുദ്രകൾ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത നഗരകേന്ദ്രങ്ങളുടെ വികാസമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം, ദ ഫസ്റ്റ് അർബനൈസേഷൻ, ആരംഭിക്കുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലത്താണ്. ഹാരപ്പ, മോഹൻജദാരോ, ചൻഹുദാരോ, കാളിബംഗൽ, ലോതാൾ, ബൻവാലി, ധോളാവീര എന്നിവയാണ് ഇക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഇതിൽ ഏറ്റവും സുപ്രധാനമായവ ഹാരപ്പയും മോഹൻജദാരോയുമാണ്. ആദ്യം കണ്ടുപിടിക്കപ്പെട്ട സൈറ്റ് ഹാരപ്പയാണ്. പഞ്ചാബിലെ മോണ്ടുഗോമറി ജില്ലയിലെ റാവി അല്ലെങ്കിൽ രവി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരം, എ പ്ലാൻഡ് അർബൻ സെന്റർ. ഇത് എസ്എ ക്വസ്റ്റ്യനായി വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാന സൈറ്റാണ് മോഹൻജദാരോ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ നഗരാസൂത്രണം, വീടുകൾ, മുദ്രകൾ എന്നിവയെ കുറിച്ചുള്ള മിക്ക വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് മോഹൻജദാരോയിൽ നിന്നാണ്. സിന്ധിലെ ലാർഖാന ജില്ലയിൽ സിന്ധു നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. മോഹൻജദാരോ എന്ന പദത്തിന്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന്, ദ മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നാണ്. ഇവിടെ നടത്തിയ ഉത്ഖനനങ്ങൾ ഒരു ആസൂത്രിത നഗരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നവയാണ്. നഗരത്തെ 2 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. ഒന്ന് കോട്ട, ദ സിറ്റാഡൽ. 2 കീഴ്പട്ടണം, ദ ലോവർ ടൗൺ. ഫസ്റ്റ് കോട്ടയെ കുറിച്ചാണ്, ദ സിറ്റാഡൽ. ഇതൊരു ചെറിയ വേദി, ഒരു പ്ലാറ്റ്ഫോമാണ്. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. അതിലെ കെട്ടിടങ്ങൾ മണ്ണുകൊണ്ടുള്ള ഇഷ്ടികകൾക്ക് മുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടയെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. കോട്ടയിൽ ധാരാളം കെട്ടിടങ്ങളുണ്ട്. കലവറ, വലിയ കുളിപ്പുര, ദ ഗ്രേറ്റ് ബാത്ത് എന്നിവയാണ് ഇതിലെ പ്രധാന കെട്ടിടങ്ങൾ. ഇവയാണ് ഇതിലെ വലിയ കെട്ടിടങ്ങളും. ഇതൊരു പൊതു കെട്ടിടങ്ങളായി കരുതപ്പെടുന്നു.
പ്രത്യേകമായ പൊതു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഹാരപ്പൻ ജനതയുടെ കലവറ വെയർഹൗസിനെ കുറിച്ചാണ്. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം അവിടുത്തെ കലവറ അഥവാ ധാന്യപ്പുരയാണ്. ഇത് ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ കീഴ്ഭാഗം ഇഷ്ടികയാണ്, ഇതിന്റെ മുകൾ ഭാഗം മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച കീഴ്ഭാഗം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മിച്ചം വരുന്ന ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കലവറ നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമായ വലിയ കുളിപ്പുരയെ കുറിച്ചാണ്, ദ ഗ്രേറ്റ് ബാത്ത്. അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. മോഹൻജദാരോയിലെ കോട്ടയ്ക്കുള്ളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതു കെട്ടിടമാണ് വലിയ കുളിപ്പുര, ദ ഗ്രേറ്റ് ബാത്ത്. ഇത് ദീർഘചതുരാകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ 4 വശവും ഇടനാഴികളാൽ ചുറ്റപ്പെട്ടതാണ്. വലിയൊരു അങ്കണത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടവുകൾ ഉണ്ട്. ഇതിന്റെ അടിത്തട്ട് ഇഷ്ടികകളും ചുണ്ണാമ്പുകല്ലും പതിച്ചതാണ്. ഇതിൽ വെള്ളം നിറയ്ക്കുന്നതിനായി കിണറുകളുണ്ട്. 3 വശങ്ങളിലും മുറികളുണ്ട്. ജലം നിറയ്ക്കാനും മലിനജലം ഒഴുക്കി കളയാനുമുള്ള സംവിധാനങ്ങളുണ്ട്. അനുഷ്ഠാനപരമായ സ്നാനത്തിന് വേണ്ടി പർപ്പസിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത് എന്നാണ് ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം. ഹാരപ്പൻ ജനതയുടെ ശുചിത്വം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൂടി നമുക്ക് ഈ വലിയ കുളിപ്പുരയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കീഴ്പട്ടണത്തെ കുറിച്ചാണ്. ഇത് ലോവർ ടൗൺ, നഗരത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, അതായത് കോട്ടയ്ക്ക് താഴെ. ഇത് മതില് കെട്ടി സംരക്ഷിച്ചിരുന്നു. ഇതൊരു അധിവാസ മേഖലയാണ്. ഇവിടെയാണ് വീടുകളൊക്കെ കാണപ്പെടുന്നത്. ധാരാളം ഇഷ്ടിക വീടുകൾ ഇവിടെയുണ്ട്. ഗ്രിഡ് സിസ്റ്റത്തിലാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്, അതായത് റോഡിന്റെ ഇരുവശവുമാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വീടുകൾക്കും നടുമുറ്റവും ചുറ്റും മുറികളുമുണ്ട്. നെയ്ത്തിനും പാചകത്തിനും വേണ്ടിയിട്ടാണ് നടുമുറ്റം ഉപയോഗിച്ചത് എന്ന് കരുതപ്പെടുന്നു. വീടുകൾ നിർമ്മിക്കുമ്പോൾ സ്വകാര്യതയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. റോഡിലേക്കുള്ള വാതിലുകളോ ജനലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ വീടുകൾക്കും കുളിമുറികൾ ഉണ്ടായിരുന്നു. ഈ ഇഷ്ടിക പാകിയ കുളിമുറികൾ തെരുവിലെ ഊച്ചാലുകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. വീടുകൾക്ക് കോണിപ്പടികൾ ഉണ്ടായിരുന്നു. പല വീടുകൾക്കും കിണറുകൾ ഉണ്ടായിരുന്നു. മോഹൻജദാരോയിൽ 700 കിണറുകൾ കാണപ്പെട്ടു. വീടുകൾ പല വലുപ്പത്തിൽ ഉള്ളവയായിരുന്നു. ഇതിൽ ചെറിയ വീട് മുതൽ മണിമാളികകൾ വരെ ഉണ്ടായിരുന്നു. ചുട്ട കട്ടകളും വെയിലത്തുണക്കിയ കട്ടകളും വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഈ ഇഷ്ടികകളെല്ലാം ഒരു നിശ്ചിത അനുപാതത്തിലുള്ളവയായിരുന്നു. നെക്സ്റ്റ്, ഹാരപ്പൻ ജനതയുടെ അഴുക്കുചാൽ സമ്പ്രദായം, ദ ഡ്രൈനേജ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഹാരപ്പൻ നഗരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത മികവോടെ ആസൂത്രണം ചെയ്തിട്ടുള്ള അഴുക്കുചാൽ സമ്പ്രദായമാണ്. മാക്കെ എന്ന ഹിസ്റ്റോറിയന്റെ അഭിപ്രായത്തിൽ ഇത് വളരെ പൂർണ്ണതയാർന്ന ഒരു അഴുക്കുചാൽ സമ്പ്രദായമാണ്. ഓരോ വീടിനെയും തെരുവിലെ ഊചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇത് ഇഷ്ടിക കൊണ്ടോ കരിങ്കൽ പാളി കൊണ്ടോ മൂടിയിരുന്നു. ഇത് അവരുടെ എഞ്ചിനീയറിംഗ് സ്കില്ലാണ് കാണിക്കുന്നത്. ആരോഗ്യത്തിനും ശുചിത്വത്തിനും അതീവ ശ്രദ്ധ പുലർത്തിയ ഒരു ജനതയായിരുന്നു ഹാരപ്പൻ ജനത എന്നാണ് ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം. അവരുടെ ഒരു നഗരഭരണം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. അവർ പൊതു ശുചിത്വത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ലോതാലിനെ പോലെയുള്ള ചെറിയ അധിവാസ കേന്ദ്രങ്ങളിൽ അവ കാണപ്പെട്ടിരുന്നു. നെക്സ്റ്റ്, ഉപജീവന തന്ത്രങ്ങൾ, സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജി. ഹാരപ്പൻ ജനതയുടെ ഉപജീവന തന്ത്രങ്ങളെ കുറിച്ചാണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. കൃഷിയും മൃഗപരിപാലനവുമായിരുന്നു അവരുടെ മുഖ്യ തൊഴിൽ. ധാരാളം വിളകൾ അവർ കൃഷി ചെയ്തിരുന്നു. പലതരത്തിലുള്ള മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിരുന്നു. ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ, പട്ടാണി, എള്ള് തുടങ്ങിയവ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. തിനയും നെല്ലരിയും അവർ ഭക്ഷിച്ചിരുന്നു. ഈ ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ വിവിധ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ആർക്കിയോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഇവർ ഈ ധാന്യങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നാണ്. അവർ മത്സ്യം ഭക്ഷിച്ചിരുന്നു. നെല്ല് അധികം കണ്ടെത്തിയിട്ടില്ല. ഗുജറാത്തിലെ ലോതാലിൽ നിന്നും രംഗ്പൂരിൽ നിന്നാണ് നെല്ല് കണ്ടെത്തിയിട്ടുള്ളത്. തിന ഗുജറാത്തിലെ സൈറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇനി അവരുടെ
അഗ്രികൾച്ചർ ടെക്നോളജിയെ കുറിച്ചാണ്, കാർഷിക സാങ്കേതിക വിദ്യയെ കുറിച്ചാണ്. ഹാരപ്പൻ ജനതയുടെ മുഖ്യ തൊഴിൽ കൃഷിയായിരുന്നു. ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ കാർഷിക സമ്പ്രദായം വ്യക്തമല്ല. ഉഴുതുമറിച്ച ഭൂമിയാണോ വിത്തുകൾ വിതച്ചിരുന്നത് എന്ന് വ്യക്തമല്ല. അവരുടെ മുദ്രകളിൽ കൊത്തിയിട്ടുള്ള രൂപങ്ങളിൽ നിന്ന് കാളകളെ ഹാരപ്പൻ ജനതയ്ക്ക് പരിചയമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നില ഉഴാനായി അവർ കാളകളെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പുരാവസ്തു ഗവേഷകർ കരുതുന്നത്. കോളിസ്ഥാൻ പാകിസ്ഥാൻ, ബൻവാലി ഹരിയാന, ഇവിടെ നിന്ന് കലപ്പയുടെ കളിമൺ മാതൃക കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. രാജസ്ഥാനിലെ കാളിബംഗലിൽ നിന്ന് ഉഴുത വയലിന്റെ മാതൃക കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അവരുടെ കൃഷിയെ കുറിച്ചാണ്, ഹാരപ്പൻ ജനതയുടെ കൃഷിയെ കുറിച്ചാണ്. ഗോതമ്പ്, ബാർലി, നെല്ല്, തിന, കടുക്, പട്ടാണി, എള്ള്, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ എന്നിവ ഹാരപ്പൻ ജനത കൃഷി ചെയ്തിരുന്നു. കാള, കലപ്പ എന്നിവ അവർ ഉപയോഗിച്ചിരുന്നു. 2 വ്യത്യസ്ത വിളകൾ അവർ ഒരുമിച്ച് കൃഷി ചെയ്തിരുന്നു. കൊയ്ത്തുപകരണങ്ങൾ, ജലസേചന മാർഗങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുത്തു. ജലസേചനത്തിനായി തോടുകൾ അവർ നിർമ്മിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഹാരപ്പൻ സൈറ്റായ ഷോട്ട്ഗയിൽ നിന്ന് തോടുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അവർ കിണർ വെള്ളം ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്തതായി ഹാരപ്പൻ ജനതയുടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ, മൃഗപരിപാലനത്തെ കുറിച്ചാണ്. അവരുടെ മറ്റൊരു ഉപജീവന മാർഗം മൃഗപരിപാലനമായിരുന്നു. ചെമ്മരിയാട്, കോലാട്, കാട്ടുപോത്ത്, പന്നി എന്നിവയുടെ അവശിഷ്ടങ്ങൾ, അസ്ഥികൾ അഫ്ഗാനിസ്ഥാനിലെ ഹാരപ്പൻ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പുരാവസ്തു ജന്തുശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും ഇത്തരം മൃഗങ്ങളെ ഇവർ ഇണക്കി വളർത്തിയിരുന്നു എന്ന് കണ്ടെത്തി. പൂഞ്ഞയുള്ള കാളകളെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. കാട്ടുപന്നി, മാൻ എന്നിവയെ അവർ ഇണക്കി വളർത്തിയിരുന്നു. കാളകളെ നില ഉഴാനാണ് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നു. കഴുതകളെയും ഒട്ടകങ്ങളെയും അവർ ചുമട്ടു മൃഗങ്ങളായി ഉപയോഗിച്ചു. കൂടാതെ ധാന്യങ്ങൾ പൊടിക്കാൻ അരക്കല്ല്, ആട്ടുകല്ല് എന്നിവ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന അരക്കല്ലോ ആട്ടുകല്ലോ ഉപയോഗിച്ചു. നെക്സ്റ്റ്, അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. എന്തെല്ലാം തന്ത്രങ്ങളാണ് ഹാരപ്പൻ ജനത ഉപയോഗിച്ചതെന്നാണ്. കല്ലുകൾ, തടി, ലോഹങ്ങൾ എന്നിവ വിദൂര ദേശങ്ങളിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത്. അവ കരമാർഗവും നദീവമാർഗവും കടൽ മാർഗവും കൊണ്ടുവന്നു. അവരുടെ മുദ്രകളിൽ കാണുന്ന വഞ്ചിയുടെയും കലപ്പയുടെയും ചിത്രങ്ങൾ ഇത്തരം അസംസ്കൃത വിഭവങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു എന്നതിന് തെളിവാണ്. കൂടാതെ ഈ അസംസ്കൃത വിഭവങ്ങൾ സുലഭമായി ലഭിക്കുന്ന പ്രദേശങ്ങൾ അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്ന തന്ത്രവും അവർ ഉപയോഗിച്ചു എന്നാണ് ആർക്കിയോളജിസ്റ്റ് കരുതുന്നത്. താനേശ്വരിൽ നിന്നും ബലാകാന്തിൽ നിന്നാണ് ചിപ്പികൾ കൊണ്ടുവന്നത്. രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്നാണ് കോപ്പർ കൊണ്ടുവന്നത്. ഷോട്ട്ഗയിൽ നിന്നാണ് ഇന്ദ്രനീല കൊണ്ടുവന്നത്. ലോതാളിൽ നിന്ന് ഇന്ദ്രനീലക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടുവന്നു. ഒമാൻ, മെസപ്പൊട്ടേമിയ, അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ എന്നീ രാജ്യങ്ങളുമായി ഹാരപ്പൻ ജനതയ്ക്ക് വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. ഒമാനിലെ ചെമ്പിന് ഹാരപ്പൻ വസ്തുക്കളിൽ നിക്കലിന്റെ അംശം ഒരേ രീതിയിലാണ്. ഹാരപ്പൻ ഭരണി ഒമാനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിൽ ഹാരപ്പയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഹാരപ്പൻ മുദ്രകൾ, കന്മണികൾ എന്നിവ മെസപ്പൊട്ടേമിയയുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. അവർ ദൂരദേശങ്ങളുമായി വ്യാപാരബന്ധം നടത്തിയിരുന്നു. മെസപ്പൊട്ടേമിയൻ രേഖകളിൽ 3 സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മഖാൻ, അത് ഒമാനാണ്. ദിൽമൻ, അത് ബഹറിനാണ്. മെലൂഹ, അത് ഹാരപ്പ തന്നെയാണ്. ഇതിന്റെ തെളിവുകളെല്ലാം ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കപ്പലിന്റെയും വഞ്ചിയുടെയും ചിത്രങ്ങൾ ഹാരപ്പൻ മുദ്രകളിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് ഹാരപ്പൻ ജനതയ്ക്ക് വിദൂര രാജ്യങ്ങളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമായ മുദ്രകൾ, ലിപികൾ, തൂക്കങ്ങൾ, സീൽസ്, സ്ക്രിപ്റ്റ്, വെയിറ്റ് എന്നിവയെ കുറിച്ചാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും സവിശേഷമായ
കരകൗശല വസ്തു അവരുടെ ഹാരപ്പൻ മുദ്രകളാണ്. 2000-ലേറെ മുദ്രകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉറപ്പുറഞ്ഞ വെണ്ണക്കല്ല് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള മുദ്രകൾ ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മിക്ക മുദ്രകളിലും മൃഗങ്ങളുടെ ചിത്രങ്ങളുണ്ട്. ചിത്രലിപിയും ഇതിൽ കാണപ്പെടുന്നു. വ്യാപാരം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു. ചുരുക്കത്തിൽ മുദ്രകൾ ഹാരപ്പൻ ജനതയുടെ മഹത്തായ കലാസൃഷ്ടികളാണ്. അവരുടെ കൃഷി, മൃഗങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, വസ്ത്ര, ആഭരണങ്ങൾ, മതവിശ്വാസങ്ങൾ, വ്യാപാരം എന്നിവയെക്കുറിച്ച് അറിവ് ലഭിക്കുന്ന ലിപിയിൽ നിന്ന്, അവരുടെ മുദ്രകളിൽ നിന്നാണ്. അവരുടെ ലിപിയെക്കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് അറിവ് ലഭിക്കുന്നു. ഇത് രക്ഷകളായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആയിട്ടും മുദ്രകൾ ഉപയോഗിച്ചു. കൂടാതെ ട്രേഡ് പർപ്പസിന് ഉപയോഗിച്ചു. ഇനി ഹാരപ്പൻ ജനതയുടെ ആരാധനയെ കുറിച്ചാണ്. ആൽ തുടങ്ങിയ വൃക്ഷങ്ങളെ അവർ ആരാധിച്ചിരുന്നു. അവർ പശുപതിയെ ആരാധിച്ചിരുന്നു. കാളിബംഗൽ, ലോത തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ മുദ്രകളിൽ നിന്ന് അവർ മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു എന്ന് വ്യക്തമാക്കാം. കൂടാതെ ധാരാളം കളിമൺ പ്രതിമകൾ കിട്ടിയിട്ടുണ്ട്. പുരുഷ പ്രതിമ കിട്ടിയിട്ടുണ്ട്. ഇത് പുരോഹിത രാജാവിന്റെ പ്രതിമയാണെന്ന് കരുതുന്നു. നെക്സ്റ്റ്, നിഗൂഢ ലിപി ആൻഡ് എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ജനതയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. ഹാരപ്പൻ ജനതയ്ക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സാക്ഷര സമൂഹമായി ഹാരപ്പൻ ജനതയെ കരുതുന്നു. ഇവരുടെ മുദ്രകളിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. ഒറ്റ വരിയിലാണ് അവരുടെ എഴുത്ത്. ഇത് ഉടമസ്ഥന്റെ പേരോ സ്ഥാനമോ ആയിരിക്കെ എന്ന് കരുതുന്നു. ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾ, ഭരണിയുടെ വക്ക്, ചെമ്പിലും കളിമണ്ണിലുമുള്ള ഫലകങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ പലതരം വസ്തുക്കളിൽ നിന്ന് അവരുടെ ലിപികൾ കാണാൻ പറ്റും. ഇതൊരു നിഗൂഢ ലിപിയാണ്. ഇതുവരെ വായിച്ചെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ലിപികളിൽ ധാരാളം ചിഹ്നങ്ങളും അടയാളങ്ങളും ഉണ്ട്. ലിഖിതങ്ങൾ വളരെ ചെറുതാണ്. ഏറ്റവും നീണ്ട ലിഖിതത്തിൽ 26 ചിഹ്നങ്ങളാണ് ഉള്ളത്. ഹാരപ്പൻ ലിപി ഒരു ചിത്രലിപിയാണ്. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇതൊരു നിഗൂഢ ലിപിയാണ്. ഇനി അവരുടെ തൂക്കങ്ങളെ കുറിച്ച്, ഹാരപ്പൻ ജനതയുടെ വെയിറ്റിനെ കുറിച്ചാണ് തൂക്കങ്ങൾ. കൈമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിനാണ് അവർ തൂക്കങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഇത് വ്യാപാരത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു. തീക്കല്ല് കൊണ്ടാണ് തൂക്കക്കട്ടികൾ നിർമ്മിച്ചത്. കൂടാതെ ചുണ്ണാമ്പുകല്ല്, വെണ്ണക്കല്ല് എന്നിവയും തൂക്കക്കട്ടികളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ക്യൂബിന്റെ ആകൃതിയിലാണ് തൂക്കക്കട്ടികൾ. ലോഹം കൊണ്ട് നിർമ്മിച്ച തുലാസാണ് ഉപയോഗിച്ചത്. കച്ചവടം കൈകാര്യം ചെയ്യാൻ ആണ് ഇത് ഉപയോഗിച്ചത്. ഈ തൂക്കക്കട്ടികളിൽ അടയാളങ്ങളില്ല. അവർ ദശാംശ സമ്പ്രദായം ഉപയോഗിച്ചിരുന്നു. നെക്സ്റ്റ്, ഹാരപ്പൻ ജനതയുടെ പ്രാചീന അധികാരത്തെ കുറിച്ചാണ്. ആൻഷ്യന്റ് അതോറിറ്റി. ഒരു ഭരണകൂട ഹാരപ്പൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഹാരപ്പയുടെ നഗരാസൂത്രണ, ധാന്യപുരകൾ, വിദൂര വ്യാപാരം, അഴുക്കുചാൽ സമ്പ്രദായം തുടങ്ങിയവയിൽ കാണുന്ന ഏറ്റവും സമാനത, ഇതിൽ കാണുന്ന സാമ്യവും സമാനതയും ഹാരപ്പൻ ജനതയുടെ മൺപാത്രങ്ങൾ, മുദ്രകൾ, അളവ് തൂക്കങ്ങൾ, ഇഷ്ടികകൾ എന്നിവ പ്രകടിപ്പിക്കുന്ന സമാനത എന്നിവ ഇവിടെ ഒരു അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. അധിവാസ കേന്ദ്രങ്ങൾ തന്ത്രപരമായ ഇടങ്ങളിലാണ് സ്ഥാപിച്ചത്. ഒരു രാഷ്ട്രീയ സംവിധാനമില്ലാതെ ഇത് സാധ്യമല്ല. ഭരണവർഗം ആരായിരുന്നു എന്നതിനെ കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടില്ല. കച്ചവടക്കാരുടെ ഒരു സംഘമാണ് ഹാരപ്പ ഭരിച്ചത് എന്ന് R. ശർമ്മ അഭിപ്രായപ്പെടുന്നു. പുരോഹിത രാജാവിൻ്റെ ഒരു സ്റ്റോൺ സ്റ്റാച്യു കിട്ടിയിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ സം ഹിസ്റ്റോറിയൻസ് സെയ്സ് ഭരണാധികാരികളെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഓൾ ആർ ഈക്വൽ എന്നാണ് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത്. സിംഗിൾ റൂളർ അല്ല, സെവറൽ റൂളേഴ്സ് ആണ് ഹാരപ്പ ഭരിച്ചിരുന്നത് എന്നാണ് ചില ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം. R. ശർമ്മയുടെ അഭിപ്രായം കച്ചവടക്കാരുടെ ഒരു സംഘമാണ് ഹാരപ്പ ഭരിച്ചത് എന്നാണ്. നെക്സ്റ്റ്, ദ എൻഡ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. BC 1800 ഹാരപ്പൻ സംസ്കാരം തകരാൻ തുടങ്ങി. ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ പുതിയ അധിവാസ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷ വസ്തുക്കളായ തൂക്കങ്ങളും മുദ്രകളും കന്മണികളും അപ്രത്യക്ഷമായി.
എഴുത്തുവിദ്യ, ദീർഘദൂര വ്യാപാരം എന്നിവ അപ്രത്യക്ഷമായി. നഗരജീവിതവും മാറ്റങ്ങൾക്ക് വിധേയമായി. ഗ്രാമീണമായൊരു ജീവിതശൈലി ക്രമേണ ഉരുത്തിരിഞ്ഞു വന്നു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതനത്തിന് ശേഷം ഉയർന്നു വന്ന നഗരാനന്തര സംസ്കാരത്തെ ചരിത്രകാരന്മാർ പിൽക്കാല ഹാരപ്പൻ, ലേറ്റ് ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കും അന്ത്യത്തിനും നിരവധി കാരണങ്ങൾ ചരിത്രകാരന്മാർ, ആർക്കിയോളജിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥയിൽ വന്ന മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഒന്ന്. മഴയുടെ ലഭ്യത കുറവ്, മണ്ണിന്റെ ഫലഭൂഷ്ഠത കുറവ്, ഇത് കൃഷിയുടെയും കന്നുകാലികളുടെയും വളർച്ചയെ ബാധിച്ചു. ചില ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം വനനശീകരണമാണ് ഹാരപ്പൻ സംസ്കാരത്തിന് നാശത്തിന് കാരണമായത് എന്നാണ്. ഡീഫോറസ്റ്റേഷൻ, കാടുകൾ അപ്രത്യക്ഷമായത് വെള്ളപ്പൊക്കത്തിനും വനനശീകരണത്തിനും കാരണമായി. സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം ഹാരപ്പൻ സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായി എന്നാണ് സം ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ ഹാരപ്പൻ സിവിലൈസേഷന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഭൂകമ്പങ്ങൾ സിന്ധു നദിയിലെ ജലനിരപ്പ് ഉയർത്തുകയും അത് ഹാരപ്പൻ നഗരങ്ങളെ വെള്ളത്തിലാക്കുകയും ചെയ്തു. മോർട്ടിമർ വീലറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ ആര്യന്മാരുടെ ആക്രമണമാണ് ഹാരപ്പൻ സംസ്കാരത്തെ നശിപ്പിച്ചത് എന്ന് പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നദികൾ വറ്റി വരേണ്ടതും ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. നെക്സ്റ്റ്, ഡിസ്കവറിംഗ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷനെ കണ്ടെത്തിയത് എന്നതാണ്. ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് ആദ്യമായി ഉദ്ഘാടനം നടത്തിയത് ചാൾസ് ബേസൺ എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്ന അലക്സാണ്ടർ കണ്ണിഹാമിന്റെ നേതൃത്വത്തിലാണ് പുരാവസ്തു ശാസ്ത്രപരമായ ഉദ്ഘാടനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ കണ്ണിഹാമാണ്. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. കണ്ണിഹാം തന്റെ പര്യവേഷണ കാലത്ത് കണ്ടെത്തിയ കുത്തുലിഖിതങ്ങൾ ശേഖരിക്കുകയും ക്രമീകരിക്കുകയും പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അവയുടെ യഥാർത്ഥ പഴക്കം നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 1922 കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായ ജോൺ മാർഷലിന്റെ നിർദ്ദേശപ്രകാരം പുരാവസ്തു ഗവേഷകരായ ദയാറാം സാഹ്നിയും R.D. ബാനർജിയും ഹാരപ്പയിലും മോഹൻജദാരോയിലും ഈ ഉദ്ഘാടനങ്ങൾ ആരംഭിച്ചു. ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്തിയ സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ വരാം. ജോൺ മാർഷൽ ആയിരുന്നു. സാഹ്നി ഹാരപ്പയിലും മോഹൻജദാരോയിൽ ഉദ്ഘാടനങ്ങൾ ആരംഭിച്ചു. സാഹ്നി ഹാരപ്പയിൽ ചില മുദ്രകൾ കണ്ടെത്തി. അതുപോലെ R.D. ബാനർജി മോഹൻജദാരോയിലും ചില മുദ്രകൾ കണ്ടെത്തി. ഇത് ഒരു ഏക സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണെന്ന് ഇതോടെ ഉള്ള ഒരു അഭിപ്രായ രൂപം കൊണ്ടു. R.D. ബാനർജിയും ദയാറാം സാഹ്നിയും കണ്ടെത്തിയത് ഒരേ സംസ്കാരത്തിന്റെ രണ്ട് ഭാഗങ്ങളാണെന്ന് ഹിസ്റ്റോറിയൻസ് കണ്ടെത്തി. S.N. റോയ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചത് മാർഷലിന്റെ പ്രഖ്യാപനം ഇന്ത്യ ചരിത്രത്തിലെ 3000 വർഷം പുറകോട്ട് കൊണ്ടുപോയി എന്നാണ്. കൂടാതെ ഇത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ സമകാലീന സംസ്കാരമാണെന്നും കണ്ടെത്തി. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൽ ശ്രദ്ധേയമായ മാറ്റം വരുത്തിയ ഒരു കണ്ടെത്തലായിരുന്നു ഇത്. എന്നാൽ ഇതിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. തിരശ്ചീനമായ ഉദ്ഘാടനമാണ് അവർ നടത്തിയത്. ലംബഖണ്ഡത്തെ അവർ അവഗണിച്ചു. അവ വ്യത്യസ്ത അടുക്കുകളിൽ പെട്ടവയാണെങ്കിൽ പോലും ഒരു വിഭാഗമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. 1944 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി സ്ഥാനമേറ്റെടുത്ത മോർട്ടിമർ വീലർ മാർഷലിന്റെ ഗണനരീതിയുടെ പോരായ്മകൾ പരിഹരിച്ചു. ഉദ്ഘാടനങ്ങളിൽ ലംബമാന രീതിക്ക് അതിന്റെ പ്രാധാന്യം വീലർ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ വിഭജനത്തോടെ പ്രധാന സൈറ്റുകളിലെല്ലാം പാകിസ്ഥാന്റെ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടു. കച്ചിൽ നടത്തിയ എക്സ്കവേഷന്റെ ഫലമായിട്ട് ധാരാളം ഹാരപ്പൻ ഇന്ത്യൻ സൈറ്റുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. പഞ്ചാബിലും ഹരിയാനയിലും സൈറ്റുകൾ കണ്ടെത്തി. ഇത് സൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പര്യവേഷണങ്ങളുടെ ഫലമായിട്ട് കാലിബംഗൽ, ലോതാൾ, ധോളാവീര തുടങ്ങിയ ധാരാളം സൈറ്റുകൾ കണ്ടെത്തി. അനേകം പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന പുരാവസ്തു ഗവേഷണങ്ങൾ ഹാരപ്പൻ സമൂഹ, സമ്പദ് വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് മികച്ചൊരു ആശയം നമുക്ക് നൽകുന്നു.
എന്നാൽ അവരുടെ മതവിശ്വാസത്തെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും സാക്ഷരതയെക്കുറിച്ചും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലിപി വായിക്കാൻ കഴിഞ്ഞാൽ ഈ സംസ്കാരത്തെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് കഴിഞ്ഞേക്കും എന്നാണ് ആർക്കിയോളജിസ്റ്റിന്റെ അഭിപ്രായം. ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒട്ടുമിക്ക ഭാഗങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ചാപ്റ്ററിന്റെ അവസാനം കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി അതിനുള്ള ആൻസർ കൂടി ഇതിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് പറയാം. മൗണ്ട് ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഹാരപ്പൻ സൈറ്റ് ഏത്? മോഹൻജദാരോ. മോഹൻജദാരോ എന്ന് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ലാർക്കാന. ഹാരപ്പ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മോണ്ടുഗോമറി. കലപ്പയുടെ കളിമൺ മാതൃക ലഭിച്ചത് എവിടെ നിന്നാണ്? ബൻവാലി, ഹരിയാന. കോളിസ്ഥാൻ, പാകിസ്ഥാൻ. ഉഴുത വയലിന്റെ അവശിഷ്ടങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്? രാജസ്ഥാനിലെ കാളിബംഗൽ. കനാൽ, തോടി എന്നിവ എവിടെ നിന്നാണ് ലഭിച്ചത്? ഷോട്ട്ഗൈ, അഫ്ഗാനിസ്ഥാൻ. ധോളാവീരയിൽ നിന്ന് ജലസംഭരണി ലഭിച്ചു. ഹാരപ്പൻ രേഖകളിൽ ബഹറിനെ ദിൽമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒമാൻ മകാൻ എന്നറിയപ്പെടുന്നു. മെലൂഹ ഹാരപ്പയാണ്. കച്ചവട സംഘങ്ങളാണ് ഹാരപ്പ ഭരിച്ചത് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻ ആര്? R.S. ശർമ്മ. ആര്യന്മാരുടെ ആക്രമണമാണ് ഹാരപ്പൻ സംസ്കാരത്തെ തകർത്തത് എന്ന് പറഞ്ഞ ആർക്കിയോളജിസ്റ്റ് ആരാണ്? മോർട്ടിമർ വീലർ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? അലക്സാണ്ടർ കണ്ണിഹാം. ഹാരപ്പൻ സൈറ്റ് ആദ്യമായി കണ്ടെത്തിയത് 1921-22. ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹിനി. മോഹൻജദാരോ കണ്ടെത്തിയ R.D. ബാനർജി. S.N. റോയ് എഴുതിയ ബുക്കാണ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ചെമ്പ് കണ്ടെത്തിയത് ഗേത്രിഗനിയിൽ നിന്ന്. കൂടാതെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയത് ഗ്രേറ്റ് ബാത്ത്, മോഹൻജദാരോ പ്ലാന്റ് ഹാർബൻ സെന്റർ. ആദ്യത്തെ സൈറ്റ് ഹാരപ്പയാണ്. കൂടാതെ അവരുടെ ബറിയൽ സിസ്റ്റം 2 മാർക്കും ചോദിക്കാം. ഹാരപ്പൻ സ്ക്രിപ്റ്റ്, അവരുടെ മുദ്രകളിൽ നിന്ന് അവരുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. കൂടാതെ അവരുടെ ഫുഡ്, ടൗൺ പ്ലാനിങ്, വെയർ ഹൗസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രേറ്റ് ബാത്ത്. ഹാരപ്പൻ ജനതയുടെ അഗ്രികൾച്ചറൽ ടെക്നോളജി. ഇവരുടെ മുദ്രകളിൽ നിന്ന് ഓക്സിനെ കുറിച്ചും കലപ്പയെ കുറിച്ചും ഒക്കെ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷന്റെ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. കൂടാതെ അവരുടെ ഡ്രൈനേജ് സിസ്റ്റം. ഹാരപ്പൻ സീൽസ്, അവരുടെ സീലിൽ നിന്നാണ് ഹാരപ്പൻ ജനതയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേജർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണിത്. ഫീച്ചേഴ്സ് ഓഫ് മോഹൻജദാരോ. അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.